അഡ്വക്കേറ്റ് ജയസൂര്യൻ, വകുപ്പ് വിഭജനത്തിലും വർഗീയത, അതാണ് ഞങ്ങളുടെ ഈ സംവാദത്തിൻ്റെ തലക്കെട്ട്. അതാണ് പൊതുവെ ഈ രണ്ടുപേരും സംസാരിച്ചതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മൾ ഇലക്ഷൻ വരുന്ന സമയത്തും അതിനു മുമ്പുമൊക്കെ വിശാലമായ ജനാധിപത്യം, മതേതരത്വം ഇതൊക്കെ അരക്കിട്ടുറപ്പിക്കുന്ന പ്രസ്താവനകളാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒക്കെ നേതാക്കളിൽ നിന്നുണ്ടാവുക. പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എന്നിപ്പോൾ കേരള ജനതയ്ക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വകുപ്പ് വിഭജനത്തിൽ പോലും ഓരോ മതവും ആ മതത്തിനുള്ളിലെ ഓരോ സമുദായവും ഓരോ സഭകളും മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ UDFൻ്റെയും നേതാക്കൾക്ക് മുമ്പിൽ യാചിക്കേണ്ട ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, കൃത്യമായിട്ടും പല കാര്യങ്ങളും ജനാധിപത്യപരമായി ചെയ്യേണ്ട ഭാഗത്ത് ന്യായയുക്തമായി, നീതിയുക്തമായി അത് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ആ ചോദ്യമാണ് ശ്രീ പാട്രിക് ഇപ്പോൾ ഉയർത്തിയത്. നമുക്കറിയാം, കേരളത്തിൻ്റെ തീരദേശ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം പരിശോധിച്ചാൽ മത്സ്യത്തൊഴിലാളികളിൽ 20% പേരാണ് മുസ്ലിങ്ങളായിട്ടുള്ളത്, 30% പേര് ക്രൈസ്തവരാണ്, ബാക്കി വരുന്ന 50% ഹിന്ദുക്കളാണ്. ഈ 30% വരുന്ന ക്രൈസ്തവരിലെ മഹാഭൂരിപക്ഷവും പാട്രിക് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷനാണ്. അതായത് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലുള്ളവരാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നവരിലെ മഹാഭൂരിപക്ഷം പേരും. ഇതൊക്കെ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ന്യായമായിട്ടും ആ സഭയുമായി, ലത്തീൻ കത്തോലിക്ക സഭയുമായി സംസാരിച്ചപ്പോൾ കൊടുത്തിരുന്ന ഉറപ്പുകൾ പാലിക്കാൻ കോൺഗ്രസ് അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി ബാധ്യസ്ഥമാണ്. അവരിപ്പോൾ അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളിടത്താണ് ന്യൂനപക്ഷ അവകാശങ്ങളിലെ 80-20 എന്നുള്ള ആ പഴയ സംവിധാനം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് ബോധ്യമാവുന്നത്. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്, പക്ഷേ അതിൻ്റെ 80%ൻ്റെയും അവകാശി മുസ്ലിം ലീഗാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം സമൂഹമാണ് എന്നുള്ള അലിഖിതമായ നിയമം അലംഘ്യമായിട്ടുള്ള ഒരു നിയമമായിട്ട് നിൽക്കുകയാണ് UDFൻ്റെയും കോൺഗ്രസിൻ്റെയും മുകളിൽ. ബാക്കി വരുന്ന 20% കൊണ്ട് വേണം ബാക്കിയുള്ളവരെ തൃപ്തിപ്പെടുത്താൻ. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ജനാധിപത്യത്തെ മതാധിപത്യം കീഴ്പ്പെടുത്തുകയാണ്. വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, എല്ലാ വിഭാഗക്കാർക്കും കൊടുക്കാനുള്ള മന്ത്രി ഉണ്ടോ? 21 പേരല്ലേ ഉള്ളൂ. നമുക്കറിയാം, ഇസ്ലാമിക വിഭാഗത്തിൽ തന്നെ ഈ പാലോളി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ തന്നെ ഏതാണ്ട് 16-17 സമുദായങ്ങൾ ഇസ്ലാം മതത്തിലുണ്ട്. 47ഓളം സഭകൾ, അതായത് ക്രൈസ്തവ വിഭാഗത്തിൽ സമുദായത്തിലെ സഭകൾ എന്നാണ് വിളിക്കുക. 47 സമുദായങ്ങൾ അല്ലെങ്കിൽ സഭകൾ ക്രൈസ്തവ വിഭാഗത്തിലുണ്ട്. 400-ലധികം ജാതികൾ ഹിന്ദുക്കളിലുണ്ട്. ഇവർക്കെല്ലാം കൂടി ഓരോ മന്ത്രിയെ കൊടുക്കാൻ ആകെ 21 മന്ത്രിയെ ഉള്ളതാനും. അപ്പോൾ ഇതാണ് അവസ്ഥ. എങ്കിൽ പോലും പ്രബലമായിട്ടുള്ള വോട്ട് ബാങ്ക്, ശ്രീ പാട്രിക് ഉപയോഗിച്ച വാക്ക് തന്നെയാണ്, പ്രബലമായ വോട്ട് ബാങ്കായി തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉപയോഗിക്കപ്പെടുകയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിലെത്തുമ്പോൾ വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം. ആ ചോദ്യം കോൺഗ്രസ് അഡ്രസ്സ് ചെയ്യേണ്ട ചോദ്യമാണ്. UDF മറുപടി പറയേണ്ട ചോദ്യം തന്നെയാണ്. ഒന്നുകിൽ ആദ്യം പറയണം, ഞങ്ങൾക്ക് ജാതിയില്ല, മതമില്ല, ഞങ്ങൾ ആരുടെയും തിണ്ണനിറങ്ങാൻ പോകുന്നില്ല. അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രി VD സതീശനൊക്കെ പറയുക. അപ്പോൾ ആരുടെയും തിണ്ണനിറങ്ങാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റെടുത്ത് ആദ്യം തന്നെ ബിഷപ്പിനെ കാണാൻ വേണ്ടി പോയ ആളാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഒരു കാര്യം വളരെ വസ്തുതയാണ്. അധികാരത്തിലേറാൻ വേണ്ടി ആരുടെയൊക്കെ പിന്തുണയാണോ ചോദിച്ചിരുന്നത്, ആരുടെയൊക്കെ പിന്തുണയോടുകൂടിയാണോ അധികാരത്തിലേക്ക് വന്നത്, അവരെ വിസ്മരിക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദ പാലിച്ചില്ല എന്ന് പറയാൻ ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് അവകാശമുണ്ട് എന്നുള്ളതാണ്. ഇത്തവണ നമ്മളൊരു കാര്യം ഓർക്കണം. ഐക്യജനാധിപത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ 12 സ്ഥാനാർത്ഥികളെ ഒറ്റയടിക്ക് തോൽപ്പിച്ച് UDFനോടൊപ്പം നിന്നവരാണ് ക്രൈസ്തവ സമൂഹം. അപ്പോൾ അത് കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതായത് ഒരു പാർട്ടി തന്നെ ഇല്ലാതെ പോയി. വേണമെങ്കിൽ സഹായിക്കാമായിരുന്നല്ലോ, പല സഭകളും കേരള കോൺഗ്രസിനെ സഹായിച്ചിരുന്നല്ലോ. പക്ഷേ ഇത്തവണ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഒറ്റയാളെ പോലും നിയമസഭയിലേക്ക് വിടാതെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ആൾക്കാരെ മാത്രം ജയിപ്പിച്ചാൽ മതി എന്നുള്ള കഠിനമായ തീരുമാനം എടുക്കുകയും അത് നിർദാക്ഷിണ്യം നടപ്പാക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്ത ഒരു സമൂഹത്തോട് അവർ ചെയ്ത ആ ത്യാഗത്തിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ പാട്രിക്കിൻ്റെ വാക്കുകളിലൂടെ ചോദിക്കപ്പെടുന്നത്. ഇപ്പോൾ പാട്രിക് എന്ന് പറയുന്നത് ഒരു സഭയുടെ പ്രതിനിധിയാണെങ്കിൽ അങ്ങനെ എത്രയോ പേരുണ്ടാവും. എന്തു തന്നെയാണെങ്കിലും ജനാധിപത്യ മര്യാദയുടെ ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ
മുൻകൂർ കൊടുത്തിരുന്ന ഉറപ്പുകളുടെ ഒക്കെ നഗ്നമായ ലംഘനം ഇവിടെ നടന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ വേദനയാണ് പാട്രിക്കിൻ്റെ വാക്കുകളിലൂടെ വരുന്നത്. ഇത് ഐക്യജനാധിപത്യ മുന്നണി തീർച്ചയായിട്ടും മറുപടി പറയേണ്ട കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാമല്ലോ, എത്രയൊക്കെ ജനാധിപത്യം പറഞ്ഞാലും മതമാണ് 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 എല്ലാം എന്ന് പറയുന്ന ആളിപ്പോൾ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലിരിക്കുകയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ രാഷ്ട്രീയത്തിനപ്പുറം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മതമാണ് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകളിലെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഒരു സമുദായത്തെയും മാറ്റി നിർത്താതെ, ആരുടെയും താല്പര്യങ്ങളെ ബലികഴിക്കാതെ, അധികാരത്തിന് വേണ്ടിയുള്ള ചവിട്ടുപടിയായിട്ട് ആരെയും ഉപയോഗിക്കാതെ, എല്ലാവരെയും ചേർത്ത് നിർത്തി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ ന്യായമായ രീതിയിൽ അംഗീകരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഐക്യജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസ് പാർട്ടിക്കുമുണ്ട്. അത് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. അല്ല എങ്കിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോടും പ്രത്യേകമായിട്ടുള്ള ഒരു വിവേചനമില്ല എന്ന് പറയാൻ പാടില്ല. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഹൈക്കമാൻഡിൻ്റെ മുകളിലുള്ള ഹൈപ്പർ കമാൻഡായിട്ട് ഇവിടെ മുസ്ലിം ലീഗ് മാറുകയാണ്. ഇത് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന ആ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ വകുപ്പുകൾ ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗ് കൈവശം വെച്ചിരുന്ന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ കൈവശം വെച്ചിരുന്ന വകുപ്പുകൾ ഒരു മാറ്റവുമില്ലാതെ ലഭിക്കണം എന്ന് പറയുന്നു. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു കഷണം പോരാ, മൊത്തം വിദ്യാഭ്യാസ വകുപ്പ് ലഭിക്കണമെന്ന് പറയുന്നു. ഇതൊക്കെ പഴയ കീഴ്വഴക്കമാണ് എന്ന് പറയുന്നു. അതിൻ്റെ ഒരു ബജറ്റ് അലോക്കേഷൻ ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ 25% മന്ത്രിമാരുള്ള മുസ്ലിം ലീഗിന് 62% ബജറ്റ് അലോക്കേഷൻ ഉണ്ട്. അതായത് മുസ്ലിം ലീഗിന് കൊടുത്തിരിക്കുന്ന വകുപ്പുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ആർക്കും പരിശോധിക്കാം, ബജറ്റ് രേഖകൾ ഇവിടെ ഉണ്ടല്ലോ. ആ ബജറ്റ് രേഖകൾ പരിശോധിക്കുമ്പോൾ മുസ്ലിം ലീഗിന് കിട്ടിയിരിക്കുന്ന വകുപ്പുകളുടെ എല്ലാ വകുപ്പുകളിലും കൂടെ സംസ്ഥാന ഖജനാവിൻ്റെ 62% അധികാരവും സമ്പത്തും ഉപയോഗിക്കാനുള്ള അധികാരം മുസ്ലിം ലീഗ് മന്ത്രിമാർക്ക് കൊടുത്തിരിക്കുക. അപ്പോൾ മന്ത്രിമാരാകെ 25% ഉള്ളൂ. ബാക്കി കൊണ്ട് വേണം ബാക്കി എല്ലാവരും വീതിക്കാൻ. ഇവിടെ ഓർക്കണം, 18% ക്രൈസ്തവർ, 18-19% ക്രൈസ്തവരുണ്ട്. അവർക്ക് കിട്ടാൻ പോകുന്ന, മുഴുവൻ കിട്ടിക്കഴിഞ്ഞിട്ടില്ലല്ലോ, അവർക്ക് കിട്ടാൻ പോകുന്ന വകുപ്പുകളിൽ സംസ്ഥാന ഖജനാവിൻ്റെ എത്ര ഭാഗം കൈകാര്യം ചെയ്യാൻ അവർക്ക് ലഭിക്കും എന്നുള്ളതും ചർച്ചാവിധേയമാകുക തന്നെ ചെയ്യും. കാരണം ഇത് ജനാധിപത്യമാണ് എന്ന് പറയുമ്പോൾ അവിടെ നികുതി കൊടുക്കുകയും വോട്ട് കൊടുക്കുകയും ജനാധിപത്യത്തിനോട് സഹകരിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ന്യായയുക്തമായി നീതിപൂർവമായിട്ടുള്ള വിഭജനം, അതായത് വിഭജനം നടത്തുക എന്നുള്ളത് ഏതൊരു മുന്നണിയുടെയും ചുമതലയാണ്. അപ്പോൾ അത് അവർ പാലിക്കുന്നില്ല എങ്കിൽ അത് മറ്റാരെങ്കിലും ഭയപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദത്തിന് കീഴടങ്ങിക്കൊണ്ടാണ്, അവരിവരെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. നമുക്കറിയാമല്ലോ, ഇവിടെ മുഖ്യമന്ത്രി ആയിട്ട് തീരുമാനിച്ചിരുന്നയാളെ അവസാന നിമിഷം മാറ്റേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഹൈക്കമാൻഡ് കുടുംബത്തിന് കേരളത്തിൽ വന്ന് ജയിച്ച് പാർലമെൻറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന ആളിനെ മുഖ്യമന്ത്രിയാക്കിയാൽ മതി എന്നുള്ള അന്ത്യശാസനത്തിന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു കോൺഗ്രസ് പാർട്ടിക്ക്, അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹൈക്കമാൻഡിന് മുകളിലുള്ള ഹൈപ്പർ കമാൻഡുള്ള സംസ്ഥാനമാണ് കേരളം. ആ ഹൈപ്പർ കമാൻഡിന് കീഴടങ്ങുന്ന ഈ കാലാവസ്ഥയിൽ നിരവധി ആൾക്കാർക്ക് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ശ്രീ പാട്രിക് ഇവിടെ തുറന്നു പറഞ്ഞത്. ഇപ്പോൾ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ പാട്രിക്കിനെ മാത്രം വിളിച്ചിരിക്കുന്നതുകൊണ്ട് പാട്രിക്കിനെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ, ബാക്കിയുള്ളവരെ കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ പോക്ക് ഒരു മതാധിപത്യത്തിലേക്കും ഏകാധിപത്യത്തിലേക്കും ഏകമതാധിപത്യത്തിലേക്കും കേരളത്തെ കൊണ്ടുപോവുകയാണ്. ഇവിടെ ജനാധിപത്യം അസ്തമിക്കുകയാണ്. ജനാധിപത്യ മര്യാദകളും ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള അടിസ്ഥാന തത്വങ്ങളും എല്ലാം അസ്തമിക്കുകയാണ്. നിസ്സഹായമായി നിൽക്കുകയാണ് കോൺഗ്രസ്. ഇനിയിപ്പോൾ എല്ലാവർക്കും വീതം വെച്ച് കഴിഞ്ഞ് ബാക്കി കോൺഗ്രസ്സിന് കിട്ടാൻ പോകുന്ന വകുപ്പ് ഏതാണെന്ന് ഇപ്പോഴും പറയാറായിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനമുണ്ട്, ധനകാര്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ബാക്കി സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ കഴിയുന്നതും അതുപോലെ ബജറ്റ് അലോക്കേഷൻ കാര്യമായിട്ടുള്ളതും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ അധികാരം ചെലുത്താൻ കഴിയുന്നതും രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വിഭവങ്ങൾക്കുമേൽ ഏറ്റവും വലിയ കൺട്രോൾ ഏർപ്പെടുത്താൻ കഴിയുന്നതുമായ എല്ലാ വകുപ്പുകളും തൽപര കക്ഷികളിലേക്ക് കൈമാറിക്കൊടുക്കേണ്ട ഗതികേടിലേക്ക് പോകുമ്പോൾ ഭൂരിപക്ഷം എന്തിനായിരുന്നു? 63 സീറ്റ് കൊടുത്തത് എന്തിനായിരുന്നു? പാട്രിക്കിൻ്റെ ചോദ്യം ശരിയാണ്. ഞങ്ങൾക്ക് വേറൊരു പാർട്ടി ഉണ്ടാക്കി അവിടെ നിന്നല്ലല്ലോ ചോദിക്കുന്നത്. കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിനെ വളർത്തിക്കൊണ്ട് കോൺഗ്രസിന് വേണ്ടി പണിയെടുത്തിട്ട് കോൺഗ്രസിനോട് ചോദിക്കും എന്ന് പറയുമ്പോൾ അവിടെ അതൊന്നുമില്ല. ഇതൊക്കെ അപ്പുറത്ത് കൊടുത്തിട്ട് മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ തരാമെന്ന് പറയുന്ന ഒരു നിസ്സഹായാവസ്ഥ
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം, ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ലജ്ജാവഹമായ, നിസ്സഹായമായ ഒരു അവസ്ഥയാണ്. ഇത് കേരള രാഷ്ട്രീയത്തിൽ ഒരു ഇംബാലൻസ്, അതായത് തുലനതയില്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ മന്ത്രിസഭ എങ്ങനെ മുന്നോട്ട് പോകും, ഭരണം എങ്ങനെ മുന്നോട്ട് പോകും, ഇതൊക്കെ തന്നെ അങ്ങേയറ്റം ചിന്തനീയമായ കാര്യമാണ്. വരുന്ന ആളുകളിൽ തീർച്ചയായിട്ടും കലുഷിതമാകാൻ പോകുന്ന ഈ അന്തരീക്ഷം കൈകാര്യം ചെയ്യുന്നതിൽ കോൺഗ്രസ് തുടക്കത്തിൽ തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ലക്ഷണം.